ഓ മേറെ കാണണമെങ്കിൽ സമയം നോക്കണല്ലോ അല്ലേ? നിങ്ങൾ എന്നെ ചതിക്കാൻ നോക്കി. നിങ്ങളുടെ തെറ്റായ വഴിയിൽ വന്നിരിക്കുന്ന മണന്റെ തലയെ കിട്ടിക്കാൻ നോക്കി ഇല്ലേ? കറുത്താവെന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ട്. അതുകൊണ്ട് ഞാൻ സത്യം അറിയാം. അറിയോ എന്താ ഉണ്ടായതെന്ന് പറ. ഉണ്ടാക്കി തരാം. നിങ്ങൾ പൊന്നാറ മോളോട് ചോദിക്കും. ബാംഗ്ലൂര് ഞാനൊന്നും പറയാനില്ല. എത്ര പേരായിരുന്നു നിങ്ങളുടെ മോൾക്ക്? വെറുതെ കള്ളുടിച്ച് അനാവശ്യം പറയരുത്. ഞാൻ കള്ളുടിക്കും. ഞാൻ കള്ളുടിച്ച് അനാവശ്യം പറയും. വെള്ളം ഉണ്ടാക്കും. ബാംഗ്ലൂര് കണ്ണി കണ്ടമാരോടോ അഴിഞ്ഞാടി നടന്നിട്ട് ഇപ്പൊ എന്റെ തലയെ കെട്ടി വെക്കാൻ നോക്കണ. എല്ലാവരും ഉണ്ട് നീ പോകുമ്പോ ഇവൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല മമ്മി. എനിക്കൊന്നും അറിയില്ല മമ്മി. ഒരു കാര്യം പറയാം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കരുത്. You can storm into the house and bloody make accusations against me. അങ്ങനെ ഒരാളെ എനിക്ക് വേണ്ട. ഞാനാരോല്ലടി. ഞാൻ ഇതേപോലെ കണ്ടതിന് അനിക്കുട്ടൻ പറഞ്ഞിട്ട് അതൊക്കെ അറിയണ വേണ്ടാന്ന് അവൾക്ക്. അവന്റെ കൂടെ കൊള്ളും കൊടിച്ച് ഹോട്ടലിലും കറങ്ങിയാണ്. അങ്ങനെ ഒരു വേണ്ടത് വേണ്ടെന്ന് പറയാൻ ഞാനും കൂടെ പോകുന്നില്ല. ബോവേട്ടനെ കാണണല്ലോ. ഇനി ബോവേട്ടനെങ്ങാനും മേറെ വീട് തീ വെച്ചാണ്ടാവോ? നീ എന്റെ കാര്യം കൊണ്ടുപോലും മിണ്ടാണ്ടി. അമ്മ, ഇവിടെ നമ്മുടെ വീടിന് തീയിടുന്നു പറഞ്ഞ് കൊറേ ആളുകൾ വന്നേക്കണടാ. നീ എവിടെയാണെന്നാണ് ഇവര് ചോദിക്കണത്. എന്താ എന്താണ്? എടാ, എന്റെ വീടിന് തീ വെക്കാൻ വേറെ ആൾക്കാർ വന്നേക്കണു. Dealing with that bullfish that comes my way. Dealing with that bullfish that comes my way. Man, I'm on my hood bitch since '98. Mama stay hood rich, $1 million play. Dealing with that bullfish that comes my way. Dealing with that bullfish that comes my way. ഇതാരാ ഇപ്പൊ ആദ്യരാത്രി? ഡേയ് അന്നെടുത്തേ. അനിക്കുട്ടൻ. ഹലോ ഹലോ സൂചാട്ടാ, ഒന്ന് പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലോ. എന്താടാ കാര്യം പറ. അതാ മേയർ സൗദാമിനി ന്യൂസിന്റെ ആൾക്കാരെ എൻ്റെ വീട് കത്തിക്കുമെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണെന്ന്. വീട് കത്തിക്കുന്ന എന്ത് കാര്യത്തിന്? എന്താ കാര്യമൊന്നും എനിക്കും അറിയാൻ പാടില്ല. ഞാൻ അവിടെ ഇല്ല, അതാണ്. ചേട്ടനൊന്ന് വേഗം ചെല്ലാൻ പറ്റുമോ? നീ ഇപ്പൊ എവിടെയാ? അതെ, നാളെ ഗാന്ധിയാറിന്റെ വീട്ടിൽ പണിക്ക് പോക്കോളോട്ടാ. ചേട്ടാ, അത് ഞാൻ പൊക്കോളാ. ചേട്ടൻ ആദ്യം എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ല്, അല്ലെങ്കിൽ പ്രശ്നവും അതാണ്. എന്ത് പ്രശ്നം? ഞാനിപ്പോ തന്നെ അങ്ങോട്ട് ചെല്ലടാ. ആർക്കും എത്ര ധൈര്യം അറിയണമല്ല. ഓക്കെ. അതെ, നിങ്ങളിതെങ്ങോട്ടെ ഈ രാത്രിയില്? എടിയാ അനിക്കുട്ടന്റെ വീട് മേയറുടെ ആൾക്കാർ കത്തിക്കാൻ വരുന്നു. എന്നാ അതൊന്നും അറിയണല്ല. നിങ്ങൾ അങ്ങോട്ട് എന്നിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളെയും കൂടി അവരെ അതിനകത്തിട്ട് കത്തിക്കും. ഒറ്റയ്ക്ക് പോണോ? പോണോ? എന്നാ സഖാവ് പ്രകാശനോട് വിളിക്കാം. അവനാകുമ്പോ മുമ്പിൽ നേരം മേടിച്ചോളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവളിപ്പോ എണീറ്റ് വന്നാ ഇല്ല, ഇപ്പൊ ചെന്ന് കയറി കൊടുത്തേനെ. സഖാവേ ചോദിക്ക് സഖാവേ. വന്ന് വന്ന് നീയൊക്കെ എന്റെ ലോക്കലിൽ കയറി കളിക്കാൻ തുടങ്ങിയല്ലേ? ഞങ്ങൾ അനിക്കുട്ടനെ കൊണ്ടേ പോകൂ. കൊണ്ടേ പോകൂ. അരിക്കൂട്ടനെ ആയിരിക്കൂല. നീയൊക്കെ നല്ല തല്ലുകൊണ്ട് ഇവിടുന്ന് പോകും. ഇത് സ്ഥലം പേരാണ്. മക്കള് വിട്ടോ? മതി മതി, ഇവിടെ വിളവൊന്നും വേണ്ട. നാട്ടുകാർ കൂടിയിട്ടുണ്ട്. ആ സഖാവ് പ്രകാശനോടുണ്ട്. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഒന്ന് മാറി നിൽക്ക്. ഉത്തരവ് കിട്ടിയാ? ഞങ്ങളിപ്പോ പോവാം. അതാ നല്ലത്. പക്ഷെ പ്രശ്നം ഇവിടെ കൊണ്ട് തീർന്നു വിചാരിക്കണ്ട. ആ ചെല്ലി പടിയായിക്കോ. വിട്ടോ, അതാ നിനക്കൊക്കെ നല്ലത്. ഇല്ല നിന്റെയൊക്കെ വീട്ടിൽ ഞാൻ കയറും. എന്തിനാടാ? ടൈലിടാനോ? അല്ല, കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടി.
അതിപ്പോ താങ്കളുടെ വീട്ടിലാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും സംസാരിച്ച തീരത്തെ പ്രശ്നങ്ങളില്ലല്ലോ. പ്ലീസ് ഗുഡ് നൈറ്റ്. ടാറ്റാ. ടെൻഷൻ ആവല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇടയ്ക്ക് എന്ത് മാങ്ങാത്തൊലി ചെയ്യാനാണ്? പാപ്പാടെ വള്ളിയായില്ലേ? ബോബൻ ചേട്ടൻ എന്താണ് എൻ്റെ പേര് മേയറോട് പറയാൻ പോയത്? മാങ്ങാത്തൊലി. ഓ എനിക്കുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യുമെന്ന് പറയടാ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാണെന്ന്. എത്തുമ്പടി കിട്ടണല്ലേ? ഞാൻ കിട്ടിച്ചേരാം. ആ മേയറുടെ മോളായിട്ട് അവിഹിതം നിനക്കാണെന്നുള്ള കാര്യം മേയറോടും നിന്റെ ബോബൻ ചേട്ടനോടൊക്കെ അങ്ങോട്ട് ഞാൻ പറയാം. അപ്പൊ കിട്ടൂലേ? ആ കിട്ടൂടാ, നീ വാ പറ. അപ്പൊ പിന്നെ എല്ലാവരുടെയും പ്രശ്നം തീരട്ടെ. ആ തീരട്ടെ. അത് നീ എങ്ങനെ ബോബേട്ടനോട് പറഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ ട്രെയിന് തല വെക്കും. നീ വെയിറ്റ് ചെയ്, വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാന്ന് നോക്കട്ടെ. ഇത് ചാകാനാ? ചാകാനല്ലടാ, ഇതിന്ന് രക്ഷപ്പെടാൻ. എന്ത് ചെയ്യാനാണ്? ഫോറിൻ ലിക്കർ വല്ല ഇരിപ്പണ്ട. ആ ഇരിപ്പുണ്ട്. എന്താടാ? ആ ചേട്ടൻ വന്നു. ചേട്ടൻ മേയറിൻ്റെ വീട്ടിൽ പോയിട്ട് എന്താ പറഞ്ഞത്? ധ്യാനിക്കൊണ്ട് വീട് കത്തിക്കാനായിട്ട് ആരോ പോയിട്ടുണ്ടായിരുന്നു അവിടെ. വീട് കത്തിക്ക്? ആ ഞാൻ അറിയാതെ അതിനെക്കൊണ്ട് ഇവൻ്റെ വീട് മാത്രമല്ല നമ്മുടെ വീടും ബിസിനസ് എല്ലാം തകർക്കും അവര്. മേയറായിട്ടുള്ള ഏറ്റുമുട്ടിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് വികാരിച്ചനായിട്ട് കാര്യം പറയണം. ഇതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണ്ടേ? നീ ഇന്നിവിടെ പോകണ്ട. ആ ഇരിപ്പുണ്ട്, ഇവിടെ ഉണ്ടല്ലോ. സംസാരിക്കും സഖാവേ. ആ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? കണ്ടില്ല. ഇരിക്കാൻ. നല്ല രാത്രി സഖാവേ ഒന്നില്ലായിരുന്നെങ്കിൽ വേറെ ആൾക്കാരെൻ്റെ വീട് കത്തിച്ചേനെ. ഞങ്ങൾ നന്ദി പറയാൻ വന്നാണ്. അടിക്കില്ല എന്നറിയാം, പക്ഷെ എന്നാലും വിദേശ മദ്യം. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? ഇന്ത്യൻ നിർമ്മിതിയല്ല. അല്ല എന്നാൽ ഇതിന് കൊടുക്കാം. ഇന്ത്യൻ മദ്യം പുള്ളിക്ക് ഒട്ടും ഇഷ്ടമുണ്ടെന്ന്. ഈ കുടിയന്മാരെ ഒരു കാര്യം. എന്തു എരിവപ്പോ? വെറും വയറ്റിലായതുകൊണ്ടായിരിക്കും. പുറത്തായി പോയി ആത്തായിരുന്നെങ്കിൽ വെറുതെ പൊളിച്ച. സത്യത്തിൽ മേയറായിട്ട് എന്താ പ്രശ്നം? ഒരു കല്യാണാലോചനയാണ് ശരിക്കും പ്രശ്നം. ഈ ബോബിയുടെ ചേട്ടൻ ബോബേട്ടൻ മേയറുടെ മോളായിട്ട് കല്യാണം ഉറപ്പിച്ചേക്കായിരുന്നു. ചില പേഴ്സണൽ കാര്യം കൊണ്ട് ബോബേട്ടൻ ആ കല്യാണത്തിൽ നിന്ന് പിന്മാറി. അത്രേ ഉള്ളു സീൻ. അല്ല, അതിനവര് നിന്റെ വീടിന് കത്തിക്കിടത്. ആ എന്തിനാണ്? മേയർ വിചാരിച്ചേക്കുന്നത് ഈ പ്രശ്നത്തിൻ്റെയൊക്കെ കാരണക്കാരൻ ഈവനാണെന്നാണ്. ഒരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ സഖാവൊന്ന് ഇടപെട്ടൊന്ന് ക്ലിയർ ചെയ്ത് തരണം. തെറ്റിദ്ധാരണ മാറാതിരിക്കാം. ബോബിന് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞല്ല. പിന്നെ ഈ മേയർ ഇതിൻ്റെ അകത്തുനിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർക്ക് എന്താ പ്രയോജനം? അല്ല, ഞങ്ങൾക്കത് മനസ്സിലാവാത്ത. പക്ഷെ അതല്ല, സഖാവിൻ്റെ ഒക്കെ ലോക്കലിൽ കയറി അവന്മാർ പ്രശ്നം ഉണ്ടാക്കാൻ എങ്ങനെ ധൈര്യം കാണിക്കണത്? അതാണ് മെയിൻ. നിങ്ങൾ പേടിക്കണ്ട. ഇനി ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ അവരൊന്ന് താക്കിയിട്ടില്ല. എന്നാ വലിയ